കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായെന്ന് റിപ്പോർട്ട്. വെടിക്കെട്ടാണ് അപകടമുണ്ടാക്കിയതെന്നും അപകട സമയത്ത് ആനയ്ക്ക് ചങ്ങല ഇട്ടില്ല എന്നുമാണ് റിപ്പോർട്ട്. ADM-ഉം ഫോറസ്റ്റ് കൺസർവേറ്ററും തയ്യാറാക്കിയ റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, കൃത്യമായ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ വിശദാംശങ്ങളാണോ ഈ റിപ്പോർട്ടിലുള്ളത്? അനുജ, ഇതിൽ ആർ കീർത്തി, അതായത് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആണ്. മാത്രവുമല്ല, ഇപ്പോൾ വനം ഇന്റലിജൻസിന്റെ കൺസർവേറ്ററുടെ ചുമതലയും ആർ കീർത്തിക്കാണ്. ആർ കീർത്തി വനം വകുപ്പ് മേധാവിക്ക്, വനം വകുപ്പ് മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 പ്രേക്ഷകർ കാണുന്നത്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ചട്ടലംഘനം നടന്നു. അതായത് കൊയിലാണ്ടിയിലെ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആറാട്ടിനിടയിൽ ആന വിരണ്ടു, ആന ഇടഞ്ഞു. അതിനെ തുടർന്ന് 3 പേർ മരിച്ചു. ആ 3 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ നിയമലംഘനം നടന്നു എന്നുള്ളതാണ് പ്രാഥമികമായ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആറാട്ടിന് 4 ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. ആ അനുമതി ഇതോടെ റദ്ദ് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പടക്കം അവിടെ തുടർച്ചയായി വെടിക്കെട്ട് നടന്നിരുന്നു. ആ വെടിക്കെട്ടിന്റെ ആഘാതം കാരണമാണ് പ്രകോപിതമായത്. അതിൽ ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2 ആനകളിൽ ഈ ഗോകുലും അതുപോലെ തന്നെ 2 ആനകൾ ഈ വിരണ്ടോടുന്നു. അതിനുശേഷം അത് അക്രമാസക്തമാകുന്നു. ഇതാണ് ഈ 3 പേരുടെ മരണത്തിനിടയാക്കിയത്. ആ മരണത്തിനിടയാക്കിയ കാരണം വളരെ സ്പഷ്ടമായി ആർ കീർത്തിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ചട്ടലംഘനം നടന്നു. ആനയ്ക്ക് ചങ്ങലയുണ്ടായിരുന്നില്ല.